ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും അനിയും കൂടെ ഫോൺ കോൾ ചെയ്യുന്നതാണ്. അങ്ങനെ അതിനിടയിൽ നന്ദുവിൻ്റെ പേര് പറഞ്ഞ് തന്നെയാണ് അനാമിക വഴക്കുണ്ടാക്കുന്നത്. ഏതായാലും അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, നന്ദുവിനെ വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭാഗം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മുടെ അനാമിക പറഞ്ഞു ഇനി അവളെ നന്ദുവിനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അനി അതിന് സമ്മതിച്ചില്ല. അനി പറഞ്ഞു അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ മുറ്റടിയായി. ലാസ്റ്റ് ഏതായാലും ഈ സമയത്ത് ഞാൻ നിന്നോട് വഴക്ക് കൂടാനില്ല, ഫോൺ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ ഫോണൊക്കെ കട്ട് ചെയ്തു. ഏതായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പോൾ നന്ദു മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തിനായിരിക്കും അനി എന്നെ വിളിച്ചിട്ടുണ്ടാകുക? ആ ഇഷ്ടം തുറന്നു പറയാനായിരിക്കും എന്നെ അനി വിളിച്ചിട്ടുണ്ടാകുക. എനിക്കറിയില്ല. ഏതാണെങ്കിലും ഇനിയിപ്പം തിരിച്ചു വിളിക്കാനൊന്നും പോകണ്ട, കാണാനും പോകണ്ട. അത് ചിലപ്പം വലിയ പ്രശ്നത്തിൽ തന്നെ അവസാനിക്കത്തുള്ളൂ. ഏതായാലും അങ്ങനെ ഒരു ഇഷ്ടം അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അനിയുടെ മനസ്സിലും എൻ്റെ മനസ്സിലും തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇതേതായാലും നടക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം അതങ്ങ് മറന്നു കളയാൻ വേണ്ടി തന്നെ നമ്മുടെ നന്ദൂട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവിനെ കാണാൻ വേണ്ടി അനി വരികയാണ്. അപ്പോൾ അനി വന്ന് നന്ദുവിനെ വിളിച്ച് വീട്ടിന് വെളിയിലിറക്കിയപ്പോഴത്തേക്ക് നന്ദി ചോദിച്ചു, എന്തിനാ പെട്ടെന്ന് അനി ഇപ്പം ഈ ഒരു പാതിരാത്രി വന്നതെന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് നിന്നെ കാണാൻ തോന്നിയോണ്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അതെന്നെ ഇപ്പം എന്നെ കാണാൻ തോന്നാനല്ല, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് അനി ചോദിച്ചു. അപ്പം പറഞ്ഞു എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അത് അനി പറയുന്നത് തന്നെയാണ് നല്ലത്. അനിയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അനി പറഞ്ഞു ഈ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ, പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും പരസ്പരം തുറന്നു പറയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് ശരിയല്ല, അല്ല അനിയുടെ മനസ്സിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനി ഇങ്ങനെ തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയാണ്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു. നമ്മുടെ നന്ദൂട്ടനും പറയുന്നു, അനിയും പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന നമ്മുടെ അനാമിക. ഏതായാലും അനാമികയുടെ സ്വപ്നം മാത്രമായിരുന്നു അത്. അനാമികയുടെ മനസ്സിൽ ഒരു ചെറിയ പേടിയുണ്ടല്ലോ, ഇനിയിപ്പം കൈവിട്ടു പോകുമോ അനി എന്ന ആ ഒരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് അനാമിക ആ ഒരു കാര്യം തന്നെ ഓർത്ത് കിടക്കുന്നു, സ്വപ്നം കാണുന്നു. സത്യം പറഞ്ഞാൽ അനാമികയുടെ കാര്യം ഓർക്കുകയാണെങ്കിലും കഷ്ടം തോന്നും. നമ്മുടെ അനിക്ക് ഇതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു. അനി തന്നെയാണ് ഓരോ വള്ളിക്കേസുകൾ കൊണ്ട് ഒപ്പിച്ച് വെച്ചത്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അനി ഇങ്ങനെ റൂമിലിരിക്കുന്നു. അങ്ങോട്ടേക്ക് നയന കയറി ചെന്നിട്ട് പറയുക, എന്താ പറ്റിയിടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ എന്തൊക്കെ മനസ്സിലുണ്ടെങ്കിലും അതൊക്കെ മറന്നു കളഞ്ഞേക്കാം, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ലെന്ന് പറഞ്ഞപ്പം അല്ല എനിക്ക് ഇടത്തിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, വേണ്ടതിനെ നീ എന്താണെങ്കിലും എന്നോട് പറയണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം അത് നടക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീണ്ടും ആവർത്തിച്ചിട്ട് അത് കാര്യമില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മുത്തശ്ശൻ്റെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് കൊടുത്ത വാക്ക് അതൊരിക്കലും മുത്തശ്ശനെ പിൻവലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ നിൻ്റെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറ്റണം. നീ എന്തിനാണ് അനാമികയോട് എപ്പോഴും ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ദേഷ്യപ്പെടുന്ന കാര്യം അതെങ്ങനെയാ നയനയെടുത്ത് എറിഞ്ഞത്? അല്ല എന്നെ അനാമിക വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, നീ ഒന്ന് ഓർത്ത് നോക്കിയേ. അതിനിയിപ്പം നിൻ്റെ വല്യമ്മേനെയോ അതുപോലെ നിൻ്റെ മുത്തശ്ശനെയോ വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ അവരിതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുമാത്രം സങ്കടപ്പെടും. അതുമല്ല അറിയാലോ ആദർശേട്ടൻ്റെ അമ്മയുടെ സ്വഭാവം, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കില്ല, നിന്നെ വെറുതെ കുറ്റപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നീ അതൊക്കെ മറന്നു കളയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അനി പറയുന്നുണ്ട്, എനിക്ക് മറന്നു കളയാൻ പലതും പറ്റും, പക്ഷേ ഈ കാര്യം എനിക്ക് മറക്കാൻ പറ്റില്ല, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നീ ആദ്യം വിചാരിക്കണമായിരുന്നു. നിനക്ക് അങ്ങനെയാണെങ്കിൽ നിനക്ക് നിൻ്റെ മനസ്സിൽ ഏത് പെണ്ണാണോ ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന് നിനക്ക് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോൾ അനാമിക ഇവിടെ വന്ന് എല്ലാം പറഞ്ഞതിന് ശേഷവും സമയം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അതെന്ത് ചെയ്യാൻ, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ അത് വിട്ടുകള അനി, നീ അത് ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഉള്ള ജീവിതം അത് നല്ലതുപോലെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നവ്യേനെയാണ് കേട്ടോ. അപ്പോൾ നവ്യ രാത്രി കിടന്നുറങ്ങി കഴിയുമ്പോഴത്തേക്കും അഭിയും കൂടെ കിടന്നുറങ്ങുവാണ്. അപ്പോൾ പാതിരാത്രി ആണെങ്കിൽ ഫോൺ കോൾ വരികയാണ്. അപ്പോൾ മറ്റേ ആളാണ് വിളിക്കുന്നത്. അപ്പം ഫോൺ വിളിക്കുന്നത് കണ്ടിട്ട് അഭി ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. ഏതായാലും അവൻ നല്ല ഡ്രാമ കളിക്കുന്നുണ്ട്, പറ്റിയ സമയത്താണ് വിളിക്കുന്നത്, ഇവളുടെ ഉറക്കം വരെ നഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭി കിടക്കുന്നത്.
അങ്ങനെ നവ്യ പേടിച്ച് വിറച്ച് ഫോൺ എടുത്തില്ലെങ്കിലും പ്രശ്നമാണല്ലോ. അപ്പം പേടിച്ച് വിറച്ച് ഫോൺ എടുത്തിട്ട് തനിക്ക് എന്താണോ വേണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും വേണ്ട, അല്ല നീ ഇപ്പം നിൻ്റെ ബെഡ്റൂമിലാണോ? അതെ, ഞാൻ എൻ്റെ ബെഡ്റൂമിലാണ്. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ വെച്ച് സംസാരിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പുറത്തേക്ക് ഇറങ്ങി വാ എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ നവ്യ പേടിച്ച് വിറച്ചു പതുക്കെ അഭിയൊക്കെ കാണാതെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങണം. അഭിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വലിയ കാര്യത്തിൽ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും അവൻ നല്ല മിടുക്കരാ, അവൻ്റെ കളിയിൽ ഇവൾ വീഴുന്നുണ്ട്. ഏതായാലും ഇവളെ ഞാൻ പൂട്ടു, ഇവളെ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ചവിട്ടി താഴ്ത്ത് ഞാൻ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മുടെ അഭി അവിടെ കിടക്കുന്നത്. അങ്ങനെ നയന വെളിയിലിറങ്ങി ചെല്ലുമ്പോഴും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തപുരിയുടെ വെളിയിൽ നമ്മുടെ അയാളുണ്ട് കേട്ടോ. അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അയാൾ അനന്തപുരിയുടെ വെളിയിൽ നിൽക്കുകയും അതുപോലെ നവ്യോട് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അങ്ങ് കയറി വരും, അതിനു മുമ്പ് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ കുളവാക്കും, കുട്ടിച്ചോറാക്കും, ഉറപ്പായിട്ടും പല ഫോട്ടോസും വരാനിരിക്കുന്നതേ ഉള്ളൂ ഇനി, അതൊക്കെ കണ്ട് നീ ഞെട്ടും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ വഴങ്ങിയേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നവ്യ നല്ലത് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും ഞാൻ അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയല്ല, നീ അങ്ങനെ എന്നെ എൻ്റെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നു. അയാൾ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഫോൺ സംഭാഷണം അവിടെ അവസാനിക്കുന്നു. അങ്ങനെ നമ്മുടെ നവ്യ പതിയെ കയറി റൂമിനകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അഭി റൂമിനകത്തുണ്ടല്ലോ, അപ്പം അഭി അറിയാതെയാണല്ലോ ഇറങ്ങി വന്നത്, അങ്ങനെയാണല്ലോ നവ്യ കരുതിയിരിക്കുന്നത്. അങ്ങനെ പതിയെ റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ അഭി കാണുകയാണ്. അപ്പോൾ അഭി പെട്ടെന്ന് ഇതെന്താ നീ ഇതെവിടെ പോയതാ ഈ പാതിരാത്രിയും ചോദിക്കുമ്പം അത് പിന്നെ ഞാനൊന്ന് ഉണർന്നപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയതായിരുന്നു. പുറത്ത് പോയതോ ഈ പാതിരാത്രിയോ? അല്ല, ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എണീറ്റാന്ന് പറഞ്ഞപ്പോൾ, അല്ല ഇതുവരെ നിനക്ക് ഇങ്ങനത്തെ ഒരു പതിവൊന്നും ഇല്ലായിരുന്നല്ലോ, പോത്ത് പോലെ കിടന്നുറങ്ങുന്ന നീ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റെങ്കിൽ എന്തോ ഉണ്ടല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയാം, ഇതത്രയ്ക്ക് ശരിയായ നടപടിയൊന്നും അല്ല, ഭർത്താവ് ഉറങ്ങി കിടക്കുമ്പോൾ ഭാര്യ എണീറ്റ് പോകുന്നത് അത്രയ്ക്ക് നല്ല സ്വഭാവമൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നവിക്ക് ദേഷ്യം വന്നു. നീ എന്താ ഈ പറയുന്നത് അഭി? നീ എങ്ങനെ എന്നെ കാണുന്നത്? നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ? ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ നിനക്കൊരു കരടാണല്ലോ, ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് എത്ര പെൺപിള്ളേരെ വേണമെങ്കിലും തേടി പോകാമല്ലോ, അതിനുവേണ്ടിയല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ നീ നിൻ്റെ കാര്യം എന്നിലടിച്ച് ഏൽപ്പിക്കരുത് അഭി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നിട്ട് നവ്യ കിടന്നു. അപ്പോഴേക്കും അഭി, എടി നിൻ്റെ മനസ്സിളകുന്നുണ്ടേ, ഇതിൻ്റെ അപ്പുറം നിൻ്റെ മനസ്സിളകും, നിനക്ക് സമാധാനം കിട്ടാതെ ഞാൻ ആ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയും കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ ആദർശിനെ നയനയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നയന ആദർശിന് ഒരു കോഫിയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം കോഫി കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ കോഫി ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പം, ചോദിച്ചൊന്നുമില്ല, പക്ഷേ ഞാനിതിങ്ങ് തന്നതാണ് എന്ന് പറഞ്ഞപ്പം എനിക്ക് ചോദിക്കാതെ ഒന്നും എടുത്ത് തരണ്ടെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ അത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ, വേണ്ട അതിവിടെ ഇരുന്നോട്ടെ എന്ന് ആദർശ് പറയുന്നു. അങ്ങനെ അവരൊന്നും രണ്ടും പറഞ്ഞ് വീണ്ടും വഴക്കാവുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ രണ്ടിനും വഴക്ക് കൂടാൻ. അങ്ങനെ അതും ഇതും പറഞ്ഞ് വഴക്കാകുന്നു. ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ വരിക. മുത്തശ്ശൻ വന്നു കഴിഞ്ഞിട്ട്, ഇത് എന്താണ് ഇവിടെ, നിങ്ങൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നതാണല്ലേ അപ്പോഴോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, അയ്യോ മുത്തശ്ശ, അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടിയതല്ല, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അയ്യോ ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല, എനിക്ക് നയനയോട് സ്നേഹവും നയനയ്ക്ക് എന്നോട് സ്നേഹവും ഉള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ മുമ്പിൽ വീണ്ടും അഭിനയിക്കുകയാണ് നമ്മുടെ ആദർശും നയനയും കൂടെ. അങ്ങനെ മുത്തശ്ശൻ, ആണോ, എങ്കിൽ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും, ഏതായാലും നിങ്ങൾ സ്വരുമയോട് കൂടി പോകുന്നത് കാണാനാ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് എനിക്ക് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും മുത്തശ്ശൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും ആദർശ് വല്ലാണ്ടങ്ങ് ആയി പോവുകയാണ്. മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, കണ്ടില്ലേ, ദേ ഇതൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടില്ലേ, മുത്തശ്ശൻ്റെ മനസ്സ് കാണാതെയല്ലേ നിങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശൻ ഇപ്പം എല്ലാം കേട്ടു, ഇതാ പറയുന്നത്, എന്തൊക്കെ ഒളിച്ചു മറിച്ച് നിന്നാലും സത്യം ഒരു ദിവസം വെളിയിൽ വരും, അത് വരുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോളെന്നും എനിക്കറിയാം. ഏതായാലും ഏതും ആയിക്കോട്ടെ, എനിക്ക് അറിയാം ഒരിക്കലും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായിയമ്മയും എന്നെ സ്നേഹിക്കില്ല എന്ന്. പക്ഷേ മുത്തച്ഛൻ്റെ സ്നേഹം എനിക്ക് നിരസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അഭിനയിച്ചാണെങ്കിലും എൻ്റെ മുത്തച്ഛൻ്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ, എനിക്കിവിടെ കടിച്ചു തൂങ്ങി കിടന്നേ പറ്റൂ എന്ന് നമ്മുടെ നയന പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ, ഗീതുവിൻ്റെയും കഥ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. അപ്പം ചില കഥകളുടെ സമയക്രമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇനി മുതൽ 7 മണിക്കും ഗീതുവിൻ്റെയും
ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ 10 മണിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കാണുക. പലർക്കും ബുദ്ധിമുട്ടൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രാത്രി 10 മണിക്ക് കൊണ്ടുപോയി ഗീതുവിൻ്റെ കഥ വെച്ചതൊക്കെ. എന്ത് ചെയ്യാനാണ്, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ എന്നും അതുപോലെ ഞാനൊരു 7 മണി 7:15 7:30 ആകുമ്പോഴത്തേക്കും 7:30ക്കും 7 മണിക്കും ഇടയിൽ ഞാൻ ഇടാറുണ്ട് കഥ, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ. അത് നമ്മളുടെ കറക്റ്റ് സമയത്ത് തന്നെയായിരിക്കും എന്നും രാവിലെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.